വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഇന്ന് വലിയൊരു ട്രെൻഡാണല്ലോ. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിന് 2026 പ്രസക്തിയുണ്ടോ? യുണൈറ്റഡ് നേഷൻസ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നിവരുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകം വലിയൊരു തൊഴിൽ വിപ്ലവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. AI വരുമ്പോൾ തകരാത്ത PR എളുപ്പമാക്കുന്ന 6 പ്രധാനപ്പെട്ട കരിയറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വെൽക്കം ടു ഗ്ലോബൽ ടോക്സ് വിത്ത് അബി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 8 വ്യക്തമാക്കുന്നത് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നതാണ്. ILOയുടെ 2025-2026 റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ഗ്രീൻ ജോബ്സിലും കെയർ എക്കണോമിയിലുമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 800 ദശലക്ഷം തൊഴിലവസരങ്ങൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ ഉണ്ടാകും. ഇതിനർത്ഥം പഴയകാല ഡിഗ്രിയേക്കാൾ സ്കിൽസ് ബേസ്ഡ് കോഴ്സുകൾക്കാണ് ഇനി പ്രാധാന്യം ഉണ്ടാകുക. ഏറ്റവും സുരക്ഷിതമായ മേഖല ഹെൽത്ത് കെയർ തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയായ WHO കണക്കനുസരിച്ച് 2030 ആഗോളതലത്തിൽ 10 ദശലക്ഷം ആരോഗ്യ പ്രവർത്തകരുടെ കുറവുണ്ടാകും എന്നാണ് പറയുന്നത്. എവിടെ പഠിക്കണം? UK, അതുപോലെ അയർലൻഡ്, ഓസ്ട്രേലിയ എന്നിവയാണ് ഏറ്റവും മികച്ച ഓപ്ഷനുകൾ. ഇനി നമുക്ക് PR സാധ്യതയെ പറ്റി ഒന്ന് നോക്കാം. ഈ രാജ്യങ്ങളിലെല്ലാം ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് സ്പെഷ്യൽ പോയിന്റ്സുകളും അതുപോലെ തന്നെ വേഗത്തിലുള്ള PR ലഭിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കരിയറിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് സൈബർ സെക്യൂരിറ്റി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തിക്സ് ആണ്. AI നിങ്ങളുടെ ജോലി കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പകരം AI നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജോലി സുരക്ഷിതമാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് പ്രകാരം സൈബർ സുരക്ഷയും ഡേറ്റ പ്രൈവസിയും ഇന്ന് രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. വെറും കോഡിംഗ് മാത്രമല്ല, AI എത്തിക്സ് അല്ലെങ്കിൽ സൈബർ ലോ പോലുള്ള കോഴ്സുകൾക്ക് 2026 വലിയ ഡിമാൻഡ് ആയിരിക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിന്യൂവബിൾ എനർജി ജോബ്സിനെ പറ്റിയിട്ടാണ്. ഐക്യരാഷ്ട്രസഭയുടെ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ലോകരാജ്യങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കുകയാണ്. ഇനി ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്ക് പരിശോധിക്കാം. റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. ഇതിൽ തന്നെ ജർമ്മനിയാണ് ടോപ്പ് നോച്ചിൽ നിൽക്കുന്നത്. അതിന് കാരണമുണ്ട്. അവിടെ ഈ മേഖലയിൽ പഠിക്കുന്നവർക്ക് ട്യൂഷൻ ഫീ സൗജന്യമാണ്. ഒപ്പം പഠനം കഴിഞ്ഞാൽ തൊഴിൽ സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡേറ്റ സയൻസും അതുപോലെ തന്നെ ബിസിനസ് അനാലിറ്റിക്സിനെ പറ്റിയിട്ടാണ്. ഡേറ്റയാണ് പുതിയ സ്വർണം. കാനഡയിലെയും US-ലെയും ബിസിനസ് ലോകം ഇന്ന് ഡേറ്റയിലാണ് വിശ്വസിക്കുന്നത്. ഡിസിഷൻ സയൻസ് അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് പഠിക്കുന്നവർക്ക് IT മേഖലയിൽ മാത്രമല്ല UN പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളിലും പോളിസി മേക്കിങ്ങിലും വളരെയധികം അവസരങ്ങളുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കിൽ ട്രേഡ്സ് അല്ലെങ്കിൽ വൊക്കേഷണൽ എക്സലൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇന്ന് പലരും വിട്ടുകളയുന്ന ഒന്നാണ് വൊക്കേഷണൽ കോഴ്സുകൾ. ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിന്റെയും ഒക്കെ സ്കിൽഡ് മൈഗ്രേഷൻ ലിസ്റ്റ് എടുത്തു നോക്കും. ഇലക്ട്രീഷ്യന്മാർക്കും വെൽഡർമാർക്കും നഴ്സുമാരെക്കാൾ ശമ്പളം ലഭിക്കുന്ന രാജ്യങ്ങളാണിവ. ഡിഗ്രിയേക്കാൾ വേഗത്തിൽ PR ലഭിക്കാൻ ഇത്തരം ഹാൻഡ്സ് ഓൺ സ്കില്ലുകൾക്ക് സഹായിക്കും. സുഹൃത്തുക്കളെ, പഠിക്കാൻ പോകുമ്പോൾ വെറും ഒരു കോഴ്സ് നോക്കാതെ ആ രാജ്യത്തിന്റെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് കൂടി നിങ്ങളൊന്ന് നോക്കുക. 2026 സുരക്ഷിതമായ ഒരു കരിയർ പടുത്തുയർത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സംശയങ്ങൾക്ക് കമന്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. This is Abhi signing off from Global Talks with Abhi. Thank you very much for watching.